രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സദ്ഗുരുനാഥ മഹാരാജ് കി ജയ്. പതിത പാവന പരമ പുണ്യ ദിവ്യ മധുര 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 ഭഗവൻ നാമ കി ജയ്. ഭാരത് മാതാ കി ജയ്. വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കലികാലോചിതം ധർമ്മം നാമസങ്കീർത്തനാത്മകം നിർണേതും അവതീർണന്തം പ്രേമികം സദ്ഗുരും ഭജേ. പ്രേമികേന്ദ്ര സദ്ഗുരു മഹാരാജ് കി ജയ്. ഭഗവന്നാമ സാമ്രാജ്യലക്ഷ്മീ സർവസ്വ വിഗ്രഹം ശ്രീമദ്ഭോതേന്ദ്രയോഗീന്ദ്രദേശികേന്ദ്രമുപാസ്മഹേ. യോപി ഹൃത്കലിതോർധപുണ്ഡവിലസത്പാലം പ്രസന്നാനനം ചിന്മുദ്രാങ്കിതപാണിപദ്മമനിശം സങ്കീർത്തയന്തം ഹരിം കാഷായാം പരവേഷ്ടിതം പ്രണമത കല്യാണകൽപദ്രുമം വന്ദേഹം കരുണാർണവം യതിവരം ഭൂതേന്ദ്രയോഗീശ്വരം. യസ്യ സ്മരണമാത്രേണ നാമഭക്തി പ്രജായത്തെ തം നമാമി യതിശ്രേഷ്ഠം ബോധേന്ദ്രം ജഗദാം ഗുരും. ബോധേന്ദ്ര സദ്ഗുരു മഹാരാജ് കി ജയ്. സമസ്ത ഭാഗവതോം കി സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണീ നമോസ്തുതേ. ഗണേശാദി സകലദേവതാമൂർത്തിക്ക് ജയ്. രാധേ കൃഷ്ണ. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് മഹാഭാഗ്യം. ഇന്ന് ഗുരുനാഥൻ പറഞ്ഞ പോലെ ഒരു സുദിനമാണ്. പ്രത്യേകിച്ച് ഈ ഉള്ളവന് ഒരു ഭാഗ്യം ഗുരുവിൻ്റെ സന്നിധിയിൽ രണ്ട് വാക്ക് പറയാൻ. ചന്ദ്രുജിയെ പറ്റി പറയേണ്ട ആവശ്യം എല്ലാവർക്കും അറിയാം. എൻ്റെ പരമഗുരുനാഥൻ ഒരു ബ്രാഹ്മണ ലക്ഷണം പറഞ്ഞതിൽ മന്ത്രസംസ്കാരസമ്പന്നാഃ ദേവഭാഷാ വിചക്ഷണാഃ സന്ധ്യോപാസന സംയുക്താഃ ബ്രഹ്മചര്യവ്രതേ സ്ഥിതാഃ ജിതകാമാഃ ജിതക്രോധാഃ ജിതേന്ദ്രിയാഃ ജിതവാർത്തിതാഃ ശ്രൗതസ്മാർത്ഥസദാചാരനിരതാഃ ശിഖോപവീതയുക്താശ്ച പുണ്യദേശനിവാസിനഃ പ്രിയവാദിനഃ ലോകക്ഷേമപരാഃ നിത്യം ബ്രാഹ്മണാഹിതബോധനാഃ. ഇനി ഒരു ലക്ഷണം പറഞ്ഞു. ഈ ലക്ഷണം നമുക്ക് ആരിൽ കാണാൻ ചോദിച്ചാൽ ഇന്ന് പ്രത്യക്ഷത്തിൽ നമ്മൾ ഗുരുനാഥനിൽ കാണാം. അങ്ങനെ ഒരു മഹാത്മാ അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ രണ്ട് വാക്ക് പറയാനൊരു അനുഗ്രഹം ഇന്ന് ഗുരുനാഥൻ്റെ കൃപ തന്നെയാണ്. ഗുരുവിൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് ഭഗവത് വിഷയത്തിൽ സംഘമേ വരില്ല. ഗുരു എന്തെങ്കിലും സങ്കല്പിച്ചിട്ടുണ്ടാവും ഇവനെ അനുഗ്രഹം, ഭഗവാനെ ഇവനെ അനുഗ്രഹിക്കണേ. ഈ ഗുരുവിൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ഗുരുവിൻ്റെ കൃപ, ഭഗവാൻ കൃപ ചെയ്യുന്നത് സത്സംഗ രൂപത്തിലാണ്. അതുകൊണ്ടാണ് മുചുകുന്ദ സ്തുതിയിൽ മുചുകുന്ദൻ തന്നെ പറയുന്നു, ജിജീവിഷേനാഹം ഇഹാമുയാകിം അന്തർബഹിശ്ചാ ഹൃദയേ അഭയോന്യോ ഇച്ഛാമി കാലേന യസ്യ വിപ്ലവ തസ്യാത്മലോകാവരണസ്യ മോക്ഷം. മന്യേ മമാനുഗ്രഹ ഈശത്തെ കൃതോ രാജ്യാനുബന്ധാവഗമോ യദൃച്ഛയാ യ പ്രാർത്ഥ്യതേ സാധുഭിരേകചര്യയാ വനം വിവിക്ഷത് വിരഖണ്ഡഭൂമി. അതിനു മുമ്പ് പറയുന്നു, ഭവാപവർഗോ ഭ്രമതോ യഥാഭവേ ജനസ്യ തർഹ്യച്യുത സത്സമാഗത സത്സംഗമോ യർഹി തദൈവ സദ്ഗതോ പരാവരേശേ തുയി ജായതേ മതി. ഒരു ജീവന് അവൻ്റെ ആ പ്രാരബ്ധങ്ങളൊക്കെ തീരുന്ന സമയത്താണ് ഭഗവാൻ ഈ സത്സംഗത്തെ കൊടുക്കുക. അതുകൊണ്ടൊരു സത്സംഗത്തിൽ ഇപ്പോൾ ആൾ കുറഞ്ഞു എന്ന് വെച്ചാൽ അത് ഭഗവാന്റെ നിശ്ചയമാണ്. സത്സംഗമോ യർഹി തദൈവ സദ്ഗതോ, അത് വന്ന് ഭവിക്കണം, അത് ഭഗവാനായിട്ട് കൊടുക്കണം. നമ്മൾ തേടിപ്പിടിക്കാൻ ശ്രമിച്ചാലും ഇത് ഭഗവാന്റെ കൃപ കൊണ്ടാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറയുമ്പം ദുർലഭം ത്രയമേവൈതദ് ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശ്രയം. 3 കാര്യങ്ങൾ അതിദുർലഭമാണെന്ന് പറഞ്ഞു. അതിലൊന്ന് മനുഷ്യത്വമാണ്, ഈ മനുഷ്യജന്മം കിട്ടുക. അതിനൊരു വ്യാഖ്യാനം പറഞ്ഞപ്പോൾ പറഞ്ഞു മനുഷ്യനായിട്ട് ജീവിക്കണം. മനുഷ്യത്വം കിട്ടിയത് കൊണ്ടായില്ല,
മനുഷ്യ സ്വഭാവങ്ങളോട് അല്ലെങ്കിൽ ഗുണങ്ങളോട് കൂടി നമ്മൾ വർത്തിക്കണം. അപ്പോഴാണ് മനുഷ്യത്വം പൂർണ്ണമാകുക. അല്ലാതെ മനുഷ്യജന്മം കിട്ടിയ ശരീരമുണ്ട്, പക്ഷേ മൃഗത്തിൻ്റെ സ്വഭാവമാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ശരീരം കൊണ്ട് മാത്രം ആയില്ലല്ലേ, ആ ഒരു ജീവൻ കിട്ടിയത് കൊണ്ടായില്ല, ആ ഗുണങ്ങളും നമുക്ക് വർത്തിക്കണം. അടുത്തത് മുമുക്ഷത്വം. ഇനി മനുഷ്യജന്മം കിട്ടി മോക്ഷ ഇച്ഛ വരണം, അത്ര എളുപ്പമല്ല. ആരോട് ചോദിച്ചാൽ അവരെന്താ പറയുക ചോദിച്ചാൽ, ഈ ജന്മവും ഇങ്ങനെ കഷ്ടപ്പാടായിപ്പോയി, ഇനിയൊരു ജന്മമെങ്കിലും എനിക്ക് ഒരു 2 നില വീട്ടിൽ താമസിച്ച് ഒരു ബെൻസ് കാറിൽ പോകണം, ഇത്രയുള്ള ആഗ്രഹം. ഇത് ചെറിയ ആഗ്രഹമാണ്, പക്ഷേ എവിടെ പോയി എത്തിക്കും? ഈ മനസ്സോ ഈ ഒരു ചിന്തയോട് പോയി അയാൾ ശരീരം വിട്ടെന്ന് വെച്ചോളൂ, എത്ര കാലം എടുക്കും? അപ്പോൾ ഈ നമുക്ക് കിട്ടി ഈ ജന്മം, മനുഷ്യജന്മം കിട്ടി, ഇതിൽ നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ കർത്തവ്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ആ കൂട്ടത്തിൽ നമുക്ക് ഭഗവാനിൽ പ്രേമം വരണം, ഭഗവാനിൽ അചഞ്ചലമായ ഭക്തി വരണം. ഈ ഭഗവാനിൽ വെക്കുന്ന ഭക്തി നമുക്ക് മോക്ഷ ഇച്ഛിക്കാൻ കാരണം. നമ്മുടെ മനസ്സ് അതിലേക്ക് ഭഗവാൻ നയിക്കും. ഭഗവാന്റെ അടുത്ത് വെച്ച മനസ്സ് മോക്ഷത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ വിഷയത്തിലേക്ക് പോകും. വിഷയസുഖങ്ങളിൽ വെച്ച മനസ്സ് താഴേക്ക് പോകും. ഇനി അങ്ങനെ മനസ്സ് വന്നാൽ അതിന് കാരണം എങ്ങനെയാണ് കിട്ടി? മോക്ഷ ഇച്ഛ എങ്ങനെയാണ് വരിക ചോദിച്ചാൽ, മഹാപുരുഷ സംശ്രയം, മഹാത്മാക്കളുടെ സംശ്രയം, അവരുടെ കൂടെ ഇരിക്കാൻ പറ്റുക, അവരുടെ ദൃഷ്ടി. ഇന്ന് അടിയൻ പറയാൻ പോകുന്ന കഥയും ആ ഒരു മഹാപുരുഷ സംശ്രയം അല്ലെങ്കിൽ മഹാത്മാവിൻ്റെ ദൃഷ്ടി കൊണ്ട് ഒരു ഈശ്വരവിശ്വാസമേ ഇല്ലായിരുന്നു, നിരീശ്വരവാദി ഈശ്വര വിശ്വാസം വന്ന ഒരു ചരിത്രമാണ്. അപ്പോൾ അത് സാധിക്കും. മഹാപുരുഷന്മാരുടെ ദർശനം അല്ലെ ദൃഷ്ടി കൊണ്ട് തന്നെ അവർ വളരെ വലിയൊരു കൂട്ടത്തിൽ വന്നിട്ട് നമ്മളോട് മിണ്ടിയില്ലല്ലോ, നമ്മളെ കണ്ടിട്ട് അദ്ദേഹം സംസാരിച്ചില്ലോ എന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം നോക്കിയാൽ മതി. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേളിൽ വീണാൽ അത് നമുക്ക് കൃപയ്ക്ക് കാരണമാകും, നമുക്ക് പരമമായ ശ്രേയസ്സിനെ കൊടുക്കും. ഈ സാധുക്കളുടെ ലക്ഷണം പറയുമ്പോൾ ശ്രീധരയ്യാവാൾ എന്ന് പറയുന്നൊരു മഹാത്മാ തിരുവിശനല്ലൂരിൽ അദ്ദേഹം ഇരുന്നു. അവിടെ മഹാലിംഗസ്വാമിയുടെ ഐക്യമായി. അദ്ദേഹം കർണാടക ദേശത്ത് അവരുടെ പരമ്പരയെ മന്ത്രി പരമ്പരയാണ്, അത്രയും ശ്രേഷ്ഠമായൊരു പരമ്പരയിൽ നിന്ന് അത് വിട്ടിട്ട് അദ്ദേഹം ട്രിച്ചിയിൽ വന്നു. തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന ദേശത്ത് വന്നു. അവിടെ മാതൃഭൂതേശ്വരൻ എന്നൊരു സ്വാമി. ആ മാതൃഭൂതേശ്വരക്ക് തായുമാനവരെന്ന് പേര്. അദ്ദേഹത്തിൻ്റെ ആ ഭഗവാന്റെ ഒരു എങ്ങനെയാ പേര് വന്നേ ചോദിച്ചാൽ, ഇവിടെ ഒരു ഗർഭിണി സ്ത്രീ, ഒരു വൈശ്യകുലത്തിലുള്ള ഒരു ഗർഭിണി സ്ത്രീ ഗർഭിണിയായിരിക്കുന്ന കാലത്ത് കാവേരി നദി ജലം നിറഞ്ഞൊഴുകുകയാണ്. അപ്പോൾ എന്ത് പറ്റിച്ചാൽ ഒരു ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീക്ക് ആ സമയത്ത് ഏറ്റവും അത്യാവശ്യം വേണ്ടത് അമ്മയുടെ പരിചരണമാണ്. അമ്മ കൂടെ ഇരിക്കണം, അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം, ഒരു ഭാഗ്യവും. ഈ കുട്ടിയുടെ അടുത്തേക്ക് വരാൻ അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നു. കാരണം എന്താ വെച്ചാൽ കാവേരി കരകവിഞ്ഞൊഴുകാണ്. അപ്പം അമ്മ ഓപ്പോസിറ്റ് സൈഡാണ്, അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ട്. ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അമ്മയെ. നോക്കിയിരിക്കുന്ന സമയത്ത് അമ്മ വന്നു കുറേ സാധനങ്ങളുമായിട്ട് മോളെ കാണാൻ. ഗർഭിണിയായിരിക്കുന്ന മകളെ കാണാൻ വരുമ്പം എങ്ങനെയൊക്കെയാണ് നമ്മൾ പോകേണ്ടെന്ന്, രിക്തഹസ്തേ നോപേയാത്ത രാജാനം ദൈവതം ഗുരു എന്നൊക്കെ വെറും കൈയോടെ പോകരുതാത്ത കുറച്ച് പേരുണ്ട്. അതിലൊന്ന് ഗർഭിണി സ്ത്രീകളാണ്, പിന്നെ വൃദ്ധൻ, ബാലജനം, കുട്ടികൾ, ഗുരുനാഥൻ, അഗ്നിഹോത്രി ബ്രാഹ്മണൻ, ദേവൻ, ഇങ്ങനെ രാജാവ്, ഇങ്ങനെ 7 പേരുടെ അടുത്ത് വെറും കൈയോടെ പോകരുതെന്ന്. അപ്പോൾ നുള്ളിൽ അമ്മയല്ലേ, അപ്പോൾ ധാരാളം സാധനങ്ങളുമായിട്ട് അമ്മ ആ മകളെ കാണാൻ വന്നു. കണ്ടപ്പോൾ സന്തോഷമായി, കാത്തിരിക്കുകയായിരുന്നു മകൾ. അമ്മയെന്ന് കണ്ടപ്പോൾ സന്തോഷമായി. അങ്ങനെ അമ്മ വേണ്ട പരിചരണങ്ങളെല്ലാം ചെയ്തു. ആ ഗർഭകാലം എടുത്തു, എല്ലാ പരിചരണങ്ങളും അമ്മ ചെയ്തു കൊടുത്തു. കുട്ടിയും പ്രസവിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അമ്മ യാത്രയായി. ഈ സമയത്ത് പോയ വേഗത്തിൽ അമ്മ തിരിച്ചു വന്നു. തിരിച്ചു വന്ന ഉടനെ മോള് ചോദിച്ചു, അമ്മ എന്താ പെട്ടെന്ന് വന്നതെന്ന് ചോദിച്ചു. അപ്പം അമ്മ വിഷമം പറയുകയാണ്, എനിക്ക് നിൻ്റെ ഗർഭിണിയായിരിക്കുന്ന കാലത്ത് എല്ലാ അമ്മയുടെ ആഗ്രഹമാണ് മകൾ ഗർഭിണിയായിരിക്കുമ്പോൾ വന്ന് പരിചരിക്കണം, എനിക്കിന്ന് സാധിച്ചില്ലേ, അമ്മയല്ലേ എനിക്കെല്ലാം ചെയ്തു തന്നത്. ആ വിഷമത്തിൽ നിൽക്കുന്ന അമ്മയെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് വന്ന് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. കാരണം ആ കുട്ടി ശിവഭക്തയാണ്. ഏത് ശിവൻ്റെ ഭക്ത വെച്ചാൽ ഈ മാതൃഭൂതേശ്വരൻ എന്ന് പറയുന്ന സ്വാമിയിൽ അചഞ്ചലമായ ഭക്തി വെച്ചൊരു കുട്ടിയാണ്. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ പരമേശ്വര എന്ന് സദാ ജപിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ ഭഗവാൻ രക്ഷിക്കാതിരിക്കൂ?
രക്ഷരക്ഷ മഹേശ്വര എന്ന് പറഞ്ഞ കുട്ടിയെ ഭഗവാൻ തന്നെ അമ്മയുടെ രൂപത്തിൽ വന്ന് രക്ഷിച്ചതായ ആ സ്വാമി മാതൃഭൂതേശ്വരൻ തായുമാനവർ എന്ന് പേര്. അദ്ദേഹം ഒരു ദിവസം കൃഷ്ണവേഷം കെട്ടി വരികയാണ്. അയ്യാവാൾ എന്ന് പറയുന്ന മഹാത്മാ ശിവന്റെ സ്വരൂപം തന്നെയാണ് അദ്ദേഹം. ശ്രീകണ്ഠം ഇവ ഭാസ്വന്തം ശിവനാമപരായണം ശ്രീധരം വെങ്കടേശാര്യം ശ്രേയസേ ഗുരുമാശ്രയേ. സാക്ഷാൽ പരമേശ്വര അവതാരം. അങ്ങനെയുള്ള മഹാത്മാ അദ്ദേഹം ഇരിക്കുന്ന അഗ്രഹാരത്തിൽ അദ്ദേഹത്തിൻ്റെ മഠത്തിൻ്റെ ഫ്രണ്ടിൽ ഭഗവാൻ വരികയാണ്, കൃഷ്ണവേഷം കെട്ടി വരികയാണ്. അപ്പം എല്ലാവരും വിചാരിച്ചു അയ്യാവാൾ ശിവഭക്തനല്ലേ, ഭസ്മമൊക്കെ ധരിച്ച് ത്രിപുണ്ഡം ധരിച്ച് രുദ്രാക്ഷമാലകളൊക്കെ ധരിച്ച് സദാ ശിവനാമം ജപിക്കുന്ന ഒരു മഹാത്മാവാണ്. അപ്പം എല്ലാവരും എന്താ വിചാരിച്ചത്, ഇദ്ദേഹം ശിവഭക്തനല്ലേ, കൃഷ്ണൻ്റെ വേഷം കെട്ടി വന്നാൽ ചിലപ്പോൾ വരില്ലായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. ജനങ്ങളുടെ സ്വഭാവമാണ്, ഒരു കാര്യം നടക്കുന്നതിന് മുമ്പേ അതിൻ്റെ അഭിപ്രായം പറയാം. ശരിക്കും എന്താ നടക്കുന്നതിന് വെയിറ്റ് പോലും ചെയ്യില്ല, അതിന് മുമ്പ് അഭിപ്രായങ്ങളൊക്കെ പറയും. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് ശിവപൂജ കഴിച്ചുകൊണ്ടിരുന്ന അയ്യാവാൾ ഇറങ്ങി വന്ന് ആ കൃഷ്ണവേഷം കെട്ടിയിരിക്കുന്ന മാതൃഭൂതേശ്വരി നോക്കി കൃഷ്ണ ദ്വാദശമഞ്ജരി എന്ന് 12 ശ്ലോകങ്ങൾ എഴുതി. അതിലൊരു ശ്ലോകത്തിൽ ഭാഗവത ലക്ഷണം, നമ്മൾ എങ്ങനെയുള്ള ഭാഗവതോത്തമരെ ആശ്രയിക്കണം. പരമഗുരുനാഥൻ തന്നെ പറയുന്നുണ്ട്, ധാരാളം ഗുരുനാഥന്മാർ ഈ ലോകത്തിലുണ്ട്. യോഗ ഗുരുനാഥന്മാരുണ്ട്, അല്ലെങ്കിൽ പല തന്ത്രത്തിൽ ഗുരുനാഥന്മാരുണ്ട്, മന്ത്രവാദത്തിലുള്ള മഹാത്മാക്കളുണ്ട്. പക്ഷെ എങ്ങനെയുള്ള ഗുരുനാഥന്മാരെ ആശ്രയിക്കണം ചോദിച്ചപ്പോൾ ഭഗവാന്റെ ഗുണങ്ങളെ വർണ്ണിക്കുന്ന ഭാഗവതോത്തന്മാരെ ആശ്രയിക്കണം എന്ന് പറയും. ആ ഭാഗവതോത്തൻ ലക്ഷണം എന്താ വെച്ചാൽ അനിത്യത്വം ജാനന് അതിദൃഢമതപ്തസ്സ വിനയഃ സ്വകേ ദോഷേ വിജ്ഞഃ പരദുഷിതു മൂഢസ്സ കരുണഃ സദാ ദാസശാന്തഃ സമമതിരജസ്രം തവയത ഭജേഹം പാദാബ്ജേ യദുപതി വീരഃ മമ കഥ എന്ന് പറഞ്ഞ് അദ്ദേഹം സമർപ്പിച്ചു. സദാ അതിൽ ആദ്യം തുടങ്ങുന്ന അനിത്യത്വം ജാനന്, ഈ ലോകം അനിത്യമാണെന്ന് മനസ്സിലാവണം. ഈ ലോകത്തെ ആശ്രയിച്ചാൽ അത് നമുക്ക് ദുഃഖത്തെ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ഭഗവാനെ വേണം ആശ്രയിക്കാൻ. നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന വസ്തുക്കളെ ആശ്രയിക്കും തോറും നമുക്ക് ദുഃഖമാണ് വരിക. രാം 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 ഗുരുനാഥ് മഹാരാജ് കി. അത് തിരിച്ച് പറയാൻ സമയമില്ല എങ്കിലും അതുപോലെ അതിനകത്ത് അദ്ദേഹം പറയാണ് സ്വകേ ദോഷേ വിജ്ഞഃ. നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ മറ്റുള്ളവരുടെ ദോഷമല്ല കാണേണ്ടത്, നമ്മുടെ ദോഷം നമ്മൾ കാണണം. നമ്മളിൽ പല ദോഷമുണ്ട്. നമ്മൾ ഒരാളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളിൽ പല ദോഷം ഉള്ളതുകൊണ്ടാണ് അവരിൽ ദോഷം കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മുടെ ദോഷത്തെ മനസ്സിലാക്കി ഞാനിങ്ങനെയാണല്ലോ, ഞാൻ ഇതിൽ നിന്ന് മാറണമല്ലോ എന്നുള്ള നമ്മൾ സ്വകേ ദോഷേ വിജ്ഞഃ. പിന്നെ എന്താ, മറ്റുള്ളവരിൽ കരുണ വരണം. മറ്റുള്ളവർ തെറ്റ് ചെയ്താലും പോട്ടെ സാരമില്ല, ഇനി ഇങ്ങനെ ചെയ്യരുതെന്ന് പറയണം. അതല്ലാതെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. ഇതൊക്കെ ഭാഗവത ലക്ഷണമാണ്. ഒരു കഥ തന്നെയുണ്ട്. ഒരു രാജാവ് ഒരു ജ്ഞാനിയുടെ അടുത്ത് പോയി. വലിയ മഹാത്മാ, അദ്ദേഹം ബ്രഹ്മനിഷ്ഠൻ ആയിരിക്കുന്ന ഗുരുനാഥനെ കാണാൻ പോയി. എല്ലാ ഫലങ്ങളെല്ലാം കൊണ്ടുവച്ച് സമർപ്പിച്ച് നമസ്കരിച്ചു. ഗുരുനാഥനെ നമസ്കരിച്ചു. ഗുരുനാഥൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. മഹാത്മാക്കൾ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും അങ്ങനെ സർവാഭീഷ്ട സിദ്ധിരസ്തു അങ്ങനെയൊന്നും അവർ പറയില്ല. അവരുടെ ദർശനം തന്നെ നമുക്ക് ലാഭമാണ്. ആ ജ്ഞാനിയുടെ അടുത്ത് പോയി നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് രാജാവിനോട്. എന്താ ആവശ്യപ്പെട്ടത് വെച്ചാൽ, എനിക്ക് അങ്ങൊരു ജോലി തരണം. ഞെട്ടിപ്പോയി രാജാവ്. ഒരു ജ്ഞാനിക്ക് എന്ത് ജോലി കൊടുക്കാനും? അതും ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന മഹാതപസ്യായിരിക്കുന്ന ഈ ജീവൻ മുക്തനായിരിക്കുന്ന ഈ മഹാത്മാവിന് എന്ത് ജോലി മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നെയും അദ്ദേഹം പറയാണ്, അങ്ങയുടെ കൊട്ടാരത്തിൽ ഒരു നല്ല ജോലി. എങ്ങനെയുള്ള ജോലി വേണമെന്ന് വെച്ചാൽ പേടിക്കുന്ന തരത്തിലുള്ള ജോലി വേണം. പേടിക്കുന്ന തരത്തിലുള്ള ജോലി ചിലപ്പോൾ എന്താ, അദ്ദേഹം തന്നെ പറയുകയാണ്, അതിക്രൂരന്മാരായിരിക്കുന്ന കൊലയാളികളെ തൂക്കിക്കൊല്ലില്ലേ, അല്ല അവർക്ക് ശിക്ഷ കൊടുക്കില്ലേ, ആ ശിക്ഷ എനിക്ക് തരണം. രാജാവിന് ആകെ ധർമ്മസങ്കടമായി. ഒരു മഹാത്മാവാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ശാപത്തിന് കാരണമാവും. ശരി, അങ്ങേക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ അപ്പോയിൻമെൻ്റ് ലെറ്റർ കുറച്ച് കഴിഞ്ഞ് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതും പറ്റില്ല. ഇന്ന് തന്നെ ഞാൻ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. അദ്ദേഹം അപ്പം ജ്ഞാനിയും കൂട്ടി കൊട്ടാരത്തിൽ വന്നു. ആ ശിക്ഷ കൊടുക്കുന്നിടത്തേക്ക് വിട്ടു. അപ്പോൾ അന്നൊരു തടവിൽ ഒരാൾ കാത്തിരിക്കുകയാണ്. മഹാപരാധം ചെയ്താണ്, പറയാൻ പോലും പറ്റില്ല. അങ്ങനെ മഹാപരാധം ചെയ്തൊരു കൊലയാളി കാത്തിരിക്കുകയാണ് ശിക്ഷ കൊടുക്കാൻ വേണ്ടി, തൂക്കിക്കൊല്ലാൻ വേണ്ടി. ജ്ഞാനി പറഞ്ഞു, എന്നെ അവിടെ കൊണ്ടിരുത്തുമെന്ന് പറഞ്ഞു. അയാളെ തൂക്കിക്കൊല്ലുന്ന ആരാച്ചാർ വേറെ ആളുണ്ട്. പക്ഷെ പോകുന്ന വഴിക്ക് ഒരു കസേര ഇരുത്തുമെന്ന് പറഞ്ഞു.
ഒരു സിംഹാസനമൊക്കെ ഇരുത്തി, ഗുരുവല്ലേ മഹാത്മാവല്ലേ, ഒരു സിംഹാസനമൊക്കെ ഇട്ടിരുത്തി അങ്ങ് പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഇതെന്താ ചെയ്യുന്നതെന്ന് കാണണം, ഈ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണാൻ ആഗ്രഹം. രാജാവ് ഒളിഞ്ഞു നോക്കുകയാണ്. മഹാത്മാക്കൾ എന്നും മഹാത്മാക്കളാണ്, ദുഷ്ടന്മാരെന്നും ദുഷ്ടന്മാരാണ്. ആ മഹാത്മാവിൻ്റെ കരുണ നോക്കൂ. ഈ കൊലയാളിയെ അകത്തേക്ക് കൊണ്ടുപോകണം, കൊല്ലുന്നൊന്നും കാണിക്കില്ല, പക്ഷെ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് അവസാന നിമിഷം ഈ ഗുരുനാഥൻ അടുത്തേക്ക് വിളിച്ച് വലത് ചെവിയിൽ രാമകൃഷ്ണഗിരി രാമകൃഷ്ണഗിരി രാമകൃഷ്ണഗിരി. ആ ഭഗവത് അടുത്ത നിമിഷം അദ്ദേഹത്തിന് കൊലക്കയറാണ്. അദ്ദേഹം മനസ്സിൽ എന്താ സങ്കല്പിക്കുക വെച്ചാൽ, ഇതുവരെയോ പാപം ചെയ്തു, ഇനിയെങ്കിലും ഇവന് ഇനിയൊരു ജന്മം കിട്ടിയാൽ ആ ജന്മമെങ്കിലും നല്ലൊരു ജന്മം കിട്ടട്ടെ എന്ന് കരുണ കൊണ്ട് ആ ഗുരുനാഥൻ, ആ ജ്ഞാനി ആ കൊലയാളികൾക്കെല്ലാം സദ്ഗതിയെ കൊടുത്തു എന്ന്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സ്വകേദോഷേ വിജ്ഞ പരദുഷിതു സ മൂഢസ്സ കരുണ. നമ്മളിലുള്ള ദോഷത്തെ നമ്മൾ മനസ്സിലാക്കണം, മറ്റുള്ളവരിൽ ദോഷമുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്ത് നേർവഴിക്ക് നയിക്കണം. ഇത് ഭാഗവത ലക്ഷണം. അങ്ങനെ പറഞ്ഞ് പിന്നെ എല്ലാവരെയും ഒരേപോലെ കാണണം, ഭേദം പാടില്ല. ഒരു എന്താ പറയുക, 1000 രൂപ തന്ന ഒരാൾക്ക് സ്പെഷ്യൽ അനുഗ്രഹം, എന്നാൽ ആ ഒരു അമ്മ കൊന്നോ 10 രൂപയെ തന്നുള്ളൂ, ആ 10 രൂപയ്ക്കുള്ള അനുഗ്രഹം. അങ്ങനെയല്ല മഹാത്മാക്കൾ ചെയ്യുക. പിന്നെ എല്ലാവരെയും ഒരേപോലെ കാണും. അങ്ങനെ ഭക്തി പറയണേന്ന് അയ്യാവാൾ ആരോട് പ്രാർത്ഥിക്കണം? മാധുഭൂതേശ്വരോട് പ്രാർത്ഥിക്കണം. ഇത്രയും വലിയ മഹാത്മാ പ്രാർത്ഥിക്കുകയാണ്. ഇവരൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന എന്താ ചോദിച്ചാൽ, ഈ ഭാഗവത ലക്ഷണങ്ങൾ നമ്മൾ എങ്ങനെ ജീവിക്കണം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയണം. ഇന്നലെ ഗുരുനാഥൻ പറഞ്ഞ പോലെ ഉയർന്ന ചിന്താഗതി, നമ്മുടെ ചിന്തകൾ ഉയർന്നിരിക്കണം, പക്ഷെ നമ്മൾ ലളിതമായ ജീവിതം നയിക്കണം എന്ന് ഭാഗവതോത്തമ കാണിച്ചു തരികയാണ്. ഇന്ന് നമുക്ക് ഒരു ചരിത്രം കൂടി കേട്ട് സമർപ്പിക്കാം. ഈ കേൾക്കാൻ പോകുന്ന ചരിത്രം ഒരു മഹാത്മാവിൻ്റെ ജീവകഥയാണ്. ആ ജീവിതത്തിൽ നടന്നൊരു സംഭവമാണ്. ആ മഹാത്മാവിൻ്റെ പേരും നമ്മുടെ ഗുരുവിൻ്റെ പേര് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആവാം ഭഗവാൻ ഇത് 2 ദിവസം മുമ്പേ ഇത് പറയിക്കണമെന്ന് ഭഗവാനായിട്ടാണ് ഉള്ളിൽ തോന്നിച്ചത്. ഞാനായിട്ട് സെലക്ട് ചെയ്തൊരു കഥയല്ല. ഭാഗവതം പറയുന്ന ഒരു മഹാത്മാവിൻ്റെ മുമ്പിൽ ഭാഗവതം പറയാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. കാരണം MBBSൻ്റെ ലാസ്റ്റ് വർഷം പഠിക്കുന്ന കുട്ടിയോട് ഡോക്ടർ പറയുകയാണ് സർജറി ചെയ്യുമെന്ന് പറഞ്ഞ് എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ. അതുകൊണ്ടൊരു ഭക്തചരിത്രം പറയാമെന്ന് മനസ്സിൽ വിചാരിച്ചു. അദ്ദേഹം ശൃംഗേരിയിൽ 34ാമത് പീഠാധിപതിയായിരുന്ന മഹാത്മാ. പേര് പോലും അത്രയും ഗംഭീരമാണ്. ചന്ദ്രശേഖര ഭാരതി മഹാസ്വാമികൾ എന്ന് പേര്. 80 നാൾ എൻ്റെ പരമഗുരുനാഥൻ്റെ 80ാമത് പിറന്നാൾ നടന്ന സമയത്ത് ആദ്യ പ്രഭാഷണം ഗുരുനാഥന് കൊടുത്തു. എന്തിനാണെന്ന് ചോദിച്ചാൽ, ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികളുടെ ഒരു സ്മരണയ്ക്കായിട്ടും അദ്ദേഹത്തിന് ചെയ്യുന്ന വന്ദനമായിട്ടും ചന്ദ്രുജിയാണ് ആദ്യത്തെ പ്രഭാഷണം ഏൽപ്പിച്ചത്. ആ പേരിന് അത്രയും മഹത്വമാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ സാധാരണ ഒരു വ്യക്തിയല്ല ജനിക്കുമ്പോൾ തൊട്ട്. ചന്ദ്രശേഖര ഭാരതി മഹാസ്വാമികളുടെ വന്ദന ശ്ലോകമേ സദാത്മധ്യാന നിരതം വിഷയേഭ്യ പരാമുഖം നൗമി ശാസ്ത്രേഷു നിഷ്ണാതം ചന്ദ്രശേഖര ഭാരതി. എപ്പോഴും ഉള്ളിലേക്ക് ചിന്തിച്ച് ഉള്ളിലേക്ക് നോക്കി അന്തര്യാമിയായിട്ടിരുന്ന് ഭഗവാനെ ഭജിക്കുന്ന ഏകാന്തമായിട്ടിരിക്കുകയുള്ളൂ അദ്ദേഹം. കഴിയുന്നത് സംഘത്തിൽ വരാറേയില്ല. അങ്ങനെയുള്ള മഹാത്മാ. അപ്പം അദ്ദേഹം 13 വയസ്സിൽ പീഠാധിപതിയായിട്ട് വന്നു. ആ സമയത്ത് അദ്ദേഹം അവതരിക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിന് ഒരു മഹാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഒരു മഹാത്മാ അവതരിക്കുക. ഇദ്ദേഹത്തിൻ്റെ അമ്മ ശൃംഗേരിയിൽ അന്ന് നൃസിംഹഭാരതി തീർത്ഥസ്വാമികളിരിക്കുന്ന അവതരിച്ച് അത് പീഠാധിപതിയായിരിക്കുന്ന കാലം. അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ നവരാത്രി പൂജ നടക്കുകയാണ്. അപ്പോൾ സുമംഗലി പൂജ നടക്കും. എല്ലാ സുമംഗലികളെ ഇരുത്തി പൂജ കഴിക്കും. ഈ ഇദ്ദേഹത്തിൻ്റെ അമ്മയും വിളിച്ചു അതിന്. സുമംഗലി പൂജയ്ക്ക് ഇരിക്കുകയാണ്. എല്ലാവരും ഇരിക്കുന്നു. ഈ അമ്മ കരയാണ്. ഇടയ്ക്കിടയ്ക്ക് കരയുന്നു. എല്ലാവരും ശ്രദ്ധിക്കുന്നു. അടുത്തിരിക്കുന്നവരൊക്കെ ചോദിക്കുന്നു. അപ്പോൾ കരച്ചിൽ നിർത്തും. നൃസിംഹഭാരതി സ്വാമികൾ ഇത് കണ്ടു. ദൂരേന്ന് ഒരാളെ വിട്ട് ചോദിച്ചു, എന്തിനാ അമ്മ കരയുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം വന്ന് ചോദിച്ചു, എന്തിനാ അമ്മ കരയുന്നതെന്ന് ചോദിച്ചു. ഞാൻ വിഷമിച്ച് പറഞ്ഞു, എനിക്ക് കുട്ടികളെ ഇരിക്കുന്നില്ല, ജനിക്കുന്ന കുട്ടികളെല്ലാം മരിക്കുകയാണ്. അങ്ങനെ ദുഃഖം ആ അമ്മയ്ക്ക്. ഇത്ര വലിയ ദുഃഖമാണ്. എത്രയോ കുട്ടികൾ ജനിച്ച കുട്ടികളെല്ലാം ജീവനോടെ ഇല്ല. ഇപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നൃസിംഹഭാരതി സ്വാമികൾ അനുഗ്രഹിച്ചു, അടുത്തൊരു കുട്ടി ജനിക്കും, അവൻ മഹാനായിട്ടിരിക്കുമെന്ന് പറഞ്ഞു. അനുഗ്രഹം കിട്ടി. ഈ അനുഗ്രഹം ആയിക്കൊണ്ട് പോയി ഒരു കുട്ടി ജനിച്ചു. അതാണ് ചന്ദ്രശേഖര ഭാരതി മഹാസ്വാമികൾ.
അദ്ദേഹം പിൽക്കാലത്ത് പീഠാധിപതിയായിട്ട് വന്നു. ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് പീഠാധിപതിയായിട്ടിരിക്കുന്ന ആകുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം ഒരിക്കൽ അമ്മ കടയ്ക്ക് പറഞ്ഞു വിട്ടു. എല്ലാ അമ്മമാരും കുട്ടികളെ ഒരു പ്രായമാകുമ്പോൾ തന്നെ കടയ്ക്ക് പറഞ്ഞു. കാരണം അച്ഛനെയൊക്കെ ഒരു പരിധിയൊക്കെ നമ്മൾ അല്ലേ ശ്രമിപ്പിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് കുറച്ച് ഒരു പ്രായം 5-6 വയസ്സായി കഴിഞ്ഞാൽ കുട്ടികളോട് അടുത്തുള്ള കടയിലൊക്കെ പോയിട്ട് വരൂ എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ കടയ്ക്ക് പറഞ്ഞു വിട്ടു. ഏത് കടയിൽ പോയി ഏത് സാധനം വാങ്ങണോ ആ കടയും കഴിഞ്ഞ് ഇദ്ദേഹം നടന്നു പോവാണ്. ഉടനെ ഒരു സുഹൃത്ത് കണ്ടു. ആ സുഹൃത്ത് മനസ്സിലായി ഈ സൈഡിലേക്ക് അദ്ദേഹം വരേണ്ട ആവശ്യമില്ല, കാരണം അവിടെ അദ്ദേഹത്തിനുള്ള സാധനങ്ങളില്ല. പക്ഷെ അദ്ദേഹം അങ്ങ് നടന്നു പോവുകയാണ്. നിൽക്കൂ എന്ന് ചോദിച്ചു. എവിടെ പോവാണെന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞു 58ാമത്തെ ശ്ലോകത്തിൽ നിൽക്കുകയാണ്. അത് എന്താ ചെയ്തെന്ന് വെച്ചാൽ മൂകപഞ്ചശതി പാരായണം ചെയ്തുകൊണ്ടേ പോവാണ്. അദ്ദേഹത്തിൻ്റെ മഠത്തിൽ നിന്ന് അദ്ദേഹം മൂകപഞ്ചശതി പാരായണം ചെയ്തുകൊണ്ട് പോവാണ്. ഈ പാരായണത്തിൻ്റെ ആ ഒരു ശ്രദ്ധയിൽ ആ കടകളെല്ലാം കഴിഞ്ഞു പോയി 58ാമത്തെ ശ്ലോകത്തിലാണ് അദ്ദേഹത്തെ പിടിക്കുന്നത്. പിന്നെ കടയൊക്കെ കാണിച്ചു കൊടുത്തു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത്രയും ചെറുപ്പത്തിൽ തന്നെ അത്രയും ഒരു മനസ്സ് ഭഗവാനി വെച്ച ആളാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പീഠാധിപത്യമൊക്കെ ആയി. പീഠാധിപത്യത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ പക്ഷേ പീഠാധിപത്യം കൊടുക്കാൻ ഗുരുനാഥനില്ല. അതിനു മുമ്പ് അദ്ദേഹം സിദ്ധിയായി. നൃസിംഹഭാരതി സ്വാമി അതിനു മുമ്പ് സിദ്ധിയായി. പക്ഷെ എല്ലാം പറഞ്ഞു വെച്ചു. അടുത്ത പീഠാധിപതി 34ാമത് പീഠാധിപത്യം ചന്ദ്രശേഖര ഭാരതി കൂടെ പേരെല്ലാം പറഞ്ഞു വെച്ചിട്ട് പോയി. അങ്ങനെ അദ്ദേഹത്തിന് രാധേ കൃഷ്ണ അങ്ങനെ അദ്ദേഹത്തിന് ഈ കൊടുക്കുന്നതിന് തലേ ദിവസം ഇതിൻ്റെ യോഗം ഉണ്ടല്ലോ, എല്ലാവരും കൂടിയിരുന്ന് യോഗം കൂടുന്ന സമയത്ത് ഇദ്ദേഹം കയറി വരികയാണ്. അപ്പം അതുവരെ ഈ കുട്ടി ആരും ശ്രദ്ധിക്കാറില്ല. ആ കുട്ടി എത്രയോ കാലമായിട്ട് മഠത്തിലാണ്, ഗുരുവിൻ്റെ ശിക്ഷണത്തിലാണ്. ചെറിയ പ്രായത്തിൽ കുട്ടിയായിരിക്കുന്ന സമയത്ത് കൊണ്ടുവിട്ടു മഠത്തിൽ, ഉപനയനം കഴിഞ്ഞ ഉടനെ. അങ്ങനെ നൃസിംഹഭാരതി സ്വാമിയുടെ ശിക്ഷണത്തിലാണ് വളർന്നു വരുന്നത്. ഇപ്പോൾ 13 വയസ്സായി. പീഠാധിപതി ആകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുന്നു. അവിടെ യോഗ നടക്കുകയാണ്. യോഗത്തിലേക്ക് കയറി വരുന്ന സമയത്ത് എല്ലാവരും എണീറ്റു. ഇനി ഇദ്ദേഹം നമസ്കരിച്ചു. അവിടെ ഇന്നലെ വരെ എന്നെ കണ്ട് എണീക്കാത്ത ഇന്ന് എണീറ്റ് നിൽക്കാത്ത ഒഴുക. അദ്ദേഹത്തിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കസേര കൊടുത്തിരിക്കാൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, എന്തിനായത്? ഞാൻ ഇന്നലെ വരെ നിങ്ങളുടെ കൂടെ തറയിലല്ലേ ഇരുന്നേ, അങ്ങ് നാളെ പീഠാധിപതിയാണെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അത് നാളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ വിധേയൻ. ഒന്നിലും അദ്ദേഹത്തിനൊരു ആസക്തിയോ അധികാരം ഒന്നുമില്ല. ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, മഠത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മഠത്തിൻ്റെ കാര്യം നോക്കാം, ഖജനാവിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചു. അതിനല്ലേ നിങ്ങളെ മാനേജറെ വെച്ചിരിക്കുന്നത്, എൻ്റെ ജോലി അതല്ല എന്ന് പറഞ്ഞു. ഖജനാവിൽ എത്ര പൈസ വരുന്നു, എത്ര പൈസ ചിലവാകുന്നു, അതൊന്നും എൻ്റെ വിഷയമല്ല. അങ്ങനെ ഒന്നിലും ഒരു ആസക്തിയില്ലാതെ ഗുരുചരണമേ ഗതി എന്ന് പറഞ്ഞിരുന്ന ഒരു മഹാത്മാ. അദ്ദേഹത്തിൻ്റെ ഒരു ചാതുർമാസ്യ കാലത്ത് കർണാടകയിൽ ഒരു സ്ഥലം പേര് മറന്നു, ആ സ്ഥലത്തിൽ ചാതുർമാസ്യം നടക്കുകയാണ്. അപ്പോൾ ഈ സന്യാസികളുടെ ഒരു നിയമം എന്താ വെച്ചാൽ ചാതുർമാസ്യം കഴിയുന്ന അന്ന് അവിടെ വിടണം. ആ ദിവസം കൂടി അവിടെ ഇരിക്കാവോ, അത് കഴിഞ്ഞാൽ അടുത്ത ദേശത്തേക്ക് പോകണം. അതുകൊണ്ടാണ് തീർത്ഥാന്ന് തന്നെ അവർക്ക് പേരെന്താ വെച്ചാൽ നടമാടും തീർത്ഥങ്ങളാണ്. ഭാരതീ കരുണാപാത്രം, ഭാരതീ പദഭൂഷണം, ഭാരതീ പദമാരൂഢം, ഭാരതീ തീർത്ഥമാശ്രയേ. നമ്മൾ ഗംഗയ്ക്കൊന്നും തേടിപ്പോണ്ട ആവശ്യമില്ല, ഇങ്ങനെയുള്ള സാധുക്കളെ തേടിയാൽ മതി. അതുകൊണ്ടാണ് ബലരാമൻ തീർത്ഥയാത്രയിൽ ഭഗവാൻ തന്നെ പറയുന്നത്, നഖ്യമ്മയാൻ തീർത്ഥാനി ദേവ മൃച്ചിലാമല തേ പുനന്തുരുകാലിന ദർശനാദേവ സാധവ. ഇവരെ ദർശിച്ചാൽ പോരെ. ഈ തീർത്ഥാടനം കൊണ്ട് അവിടെ പോയി, ഇപ്പോൾ ഗംഗയിൽ പോയി കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ നമ്മുടെ കണ്ണിനതൊക്കെ പെടും, അഴുക്കൊക്കെ പെടും. അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇതാണോ ഗംഗ, അപ്പോൾ പിന്നെ മീനച്ചിലാറ്റി കുളിച്ചാൽ മതിയല്ലോ. ആ ക്ഷണം പോയി നമ്മൾ ആ തീർത്ഥാടനം നഷ്ടമായി. കാരണം ഇതിലൊക്കെ വിശ്വാസം കൊണ്ടാണ് ഒരു പരിധിവരെ ഫലം കിട്ടുക. അപ്പോൾ മഹാത്മാക്കളെ സേവിക്കുന്നത് തന്നെയാണ് തീർത്ഥാടനം, അവരുടെ പുറകെ നടക്കുന്നതാണ് തീർത്ഥാടനം. അപ്പം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ചാതുർമാസ്യം കഴിയുന്ന സമയത്ത് ഒരു ശിഷ്യൻ, ആ ശിഷ്യൻ ഈ വിവേക ചൂടാമണി, ഈ ചാതുർമാസ്യ കാലത്ത് വിവേക ചൂടാമണിയുടെ വ്യാഖ്യാനം പറയുകയാണ് ഗുരുനാഥൻ. മുഴുവനാക്കാൻ സാധിച്ചില്ല, അതിന് ശേഷം വേറെ മഹാത്മാക്കളാണ് പൂർത്തീകരിച്ചത് ആ വ്യാഖ്യാനത്തെ. അപ്പം അങ്ങനെ അവസാന ദിവസം ആ ശിഷ്യൻ എല്ലാ ദിവസവും ഫ്രണ്ടിൽ നിന്ന് കഥ കേൾക്കും. ഗുരുവിൽ അത്ര ഒരു ഇഷ്ടം. നമുക്ക് അങ്ങനെ വരാറുണ്ട്. ഈ സത്സംഗം കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ആ ഗുരുനാഥനെ വിട്ടിട്ട് പോകാൻ മനസ്സില്ല, പക്ഷേ വീട്ടിലെ ആൾക്കാർ തിരക്കി വരും നമ്മൾ പോയില്ലെങ്കിൽ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പല സത്സംഗങ്ങളും വിട്ടു പോകേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് മനസ്സ് വരാറില്ല. ഇവിടെ ഈ ശിഷ്യന് അപാരമായ ഗുരുവിലൊരു ഇഷ്ടം, ഒരു പ്രേമം ഗുരുവിനോട്. ആ സമയത്ത് കരയുകയാണ്. ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ അടുത്ത് പോയി ചോദിച്ചു, എന്തിനാണ് നീ കരയുന്നത്? ആ സമയത്ത് ശിഷ്യൻ പറഞ്ഞു,
അങ്ങ് ഇന്ന് പോകുന്നില്ല, ഇന്നും കൂടിയല്ലേ ഉള്ളൂ അങ്ങയുടെ ദർശനം, ഇത് കഴിഞ്ഞ് ഞാൻ എങ്ങനെ അങ്ങേ കാണും, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ ഗുരുനാഥൻ പറയുകയാണ്, ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ പറയുകയാണ്, നീ അല്ല കരയേണ്ടത്, ഞാനാ കരയേണ്ടത്. പിന്നെ അടുത്ത് നിൽക്കുന്നവരൊക്കെ അതിശയിച്ചു, അങ്ങ് കരയോ, അത് എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. അതല്ല, ഞാൻ വിവേക ചൂടാമണിയാണ് പറഞ്ഞത്, അതിൻ്റെ ഭാഷയാണ് പറഞ്ഞത്. ഗുരുവിൻ്റെ തത്വം മുഴുവൻ ഞാൻ വർണ്ണിച്ചു കൊടുത്തു. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആളാണ് ഗുരു എന്ന് നിനക്ക് ഞാൻ പലതവണ പറഞ്ഞു. ഈ അവസാന നിമിഷം പോലും നിനക്കത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ വെറുതെ ആയില്ലേ എന്ന് പറഞ്ഞ് ഞാൻ വേണം കരയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മഹാത്മാ, അദ്ദേഹം നമുക്ക് മധുരയോട് ഒരു കണക്ഷൻ ചെയ്ത് ചരിത്രം കൊണ്ടുപോകാം. കാരണം നമ്മുടെ ഭഗവതി മധുര മീനാക്ഷി തന്നെയാണ്. ഈ മധുരയിൽ ചാതുർമാസ്യം നടന്ന സംഭവമാണ്, അവിടെ വെച്ച് നടന്ന സംഭവമാണ്. മധുരയിൽ ചാതുർമാസ്യം നടക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പരമഭക്തനായിട്ടൊരാൾ കോയമ്പത്തൂർ സ്വാമിയാണ്, അദ്ദേഹം ബ്രാഹ്മണനാണ്. അദ്ദേഹം മധുരയ്ക്ക് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. കാരണം എന്താ, മധുരയിലാണ് ചാതുർമാസ്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ വീട് മധുരയിലാണ്. അപ്പോൾ മധുരയിൽ വന്ന് താമസിച്ച് കുളിച്ച് സന്ധ്യാവന്തനാദി അനുഷ്ഠാനമൊക്കെ കഴിഞ്ഞിട്ട് ആ സുഹൃത്തിൻ്റെ കൂടെ പോകാമല്ലോ. ഈ പഠിക്കുന്ന കാലത്ത് സുഹൃത്താണ്. പിന്നെ ആ കാലത്ത് ഫോണില്ലാത്തതുകൊണ്ട് ഇപ്പോൾ വന്ന മാറ്റം, സുഹൃത്തിന് വന്ന മാറ്റമൊന്നും ഇദ്ദേഹം അറിഞ്ഞില്ല. സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നു ഇന്ന പോലെ കാര്യം പറഞ്ഞു, ഞാൻ എങ്ങനെ ഒരു ശൃംഗേരി മഹാസ്വാമികൾ ഇവിടെ ചാതുർമാസ്യം അനുഷ്ഠിക്കുന്നുണ്ട്, അദ്ദേഹത്തെ ദർശിച്ച് വന്ദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞു. വന്നപ്പോഴേ അദ്ദേഹത്തിന് മൂഡ് ഓഫാണ് കേട്ടപ്പോഴേ. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഈശ്വരവിശ്വാസം കുറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് സന്യാസികളെ വെറുപ്പാണ്, സന്യാസികളെ വളരെ പുച്ഛാണ്. അദ്ദേഹം പറഞ്ഞു, ഇതിലൊക്കെ എന്തിരിക്കുന്നു, എന്തിനാ ഇങ്ങനെയൊക്കെ പോയി കാണുന്നത്, എന്തിനാ അവരെയൊക്കെ പോയി കാണാൻ വേണ്ടി ഇത്ര മെനക്കെട്ട് വന്നിരിക്കുന്നത്, കോയമ്പത്തൂരിൽ നിന്ന് മധുര വരെ വന്നിരിക്കുകയാണ്, എന്തിനാ ഇങ്ങനെ മെനക്കെട്ട് വന്നിരിക്കുന്നതൊക്കെ ചോദിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞു, എനിക്കെല്ലാം ഇതാണ്, എനിക്ക് മഹാത്മാക്കളെ ദർശിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്, അതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു. ശരി, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, ഞാൻ നിൻ്റെ കൂടെ വരാം, വന്നാലും ഞാൻ കാറിലേ ഇരിക്കുള്ളൂ, നീ പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം, അവിടെ പോയി സ്വാമികളെ നമസ്കരിക്കുകയോ തൊഴുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, ഞാൻ കാറിലേ ഇരിക്കുള്ളൂ, എന്നെ കൂട്ടരുത്, എന്നെ ക്ഷണിക്കുകയും ചെയ്തത്, ഞാൻ അവിടെ ഇരിക്കുള്ളൂ. ശരി, നീ എൻ്റെ കൂടെ ഒന്ന് വന്നാൽ മതി, കാരണം അതിൻ്റെ വഴിയൊന്നും ഒന്നും നിശ്ചയില്ല. നമുക്ക് ഒരു സുഹൃത്തുണ്ടെങ്കിലുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് സമയം ലാഭിക്കാം, അല്ലേ? ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഗൂഗിൾ മാപ്പ് ഇല്ലാത്ത കാലമാണ്, ഇങ്ങനെ ചുറ്റണം നമുക്ക്. അപ്പോൾ നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ ആദ്യം എന്താ ചെയ്യുക, സുഹൃത്ത് വഴി കാണിക്കും, ഏത് വിഷയത്തിലാണെങ്കിലും വഴി കാണിക്കും, പ്രത്യേകിച്ച് ആ സ്ഥലത്തെ അറിഞ്ഞൊരാൾ. അതുകൊണ്ടാണ് നമ്മൾ ജ്ഞാനികളെ ആശ്രയിക്കണം എന്ന് പറയാൻ കാരണം ഈശ്വരനെ അറിഞ്ഞ ആളാണ്, ഈശ്വരനേക്കുള്ള വഴി മനസ്സിലാക്കിയ ആളാണ്. അപ്പോൾ അവരുടെ പുറകെ പോയാൽ നമുക്ക് തെറ്റില്ല, സമയവും ലാഭിക്കാം. ഇല്ലെങ്കിൽ ജന്മങ്ങളെടുക്കും. നമുക്ക് പ്രാരബ്ധം കൊണ്ട് ചിലപ്പോൾ സമയം കഴിഞ്ഞു വെച്ചാൽ പിന്നെ കാത്തിരിക്കണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജ്ഞാനികളെ ആശ്രയിക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് ആശ്രയിക്കണം. അപ്പോൾ ഇവിടെ അദ്ദേഹത്തെയും കൂട്ടി കാറിൽ വരികയാണ്. കുറച്ച് നേരം നമ്മൾ കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ കൂടെ ഇരിക്കുന്ന ആളോട് നമ്മൾ സത്സംഗ വിഷയത്തിൽ ഇഷ്ടമുള്ളതാണ് അതൊക്കെ പറഞ്ഞു നോക്കും. അത് താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ നമ്മൾ പിന്നെ മൗനമായിട്ടിരിക്കുന്ന ആ ഉച്ച. കാരണം അദ്ദേഹം വാ തുറക്കാൻ പോയാൽ നമ്മുടെ ഉള്ള ഭക്തി കൂടി പോകും. അങ്ങനെയുണ്ട് ചില. അദ്ദേഹം മൗനമായിട്ടിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാം ഇപ്പം അയാളുടെ അവസ്ഥ ശരിയല്ല. ഇപ്പം നമ്മൾ സംസാരിക്കാൻ പോയാൽ നമുക്കുള്ള ഭക്തി കൂടി പോകും. അതുകൊണ്ട് കാരണം ഈ ഭക്തി വരുന്നതും പോകുന്നതും ശ്രവണത്തിൽ കൂടിയാണ്. നമ്മളൊരു മഹാത്മാവിൽ ഭക്തി വരുന്ന അദ്ദേഹത്തിൻ്റെ മഹിമ കേൾക്കുന്നവരാണ്. ഇപ്പോൾ വർണ്ണൂർ മഹാത്മാവിൻ്റെ മഹത്വം കണ്ട മാത്രയിൽ മഹാത്മാക്കളെ മനസ്സിലാക്കാൻ പറ്റില്ല ആർക്കും. അല്ലെ അത്രയും ജ്ഞാനം നമുക്ക് വേണം. അപ്പോൾ ശ്രവണത്തിലൂടെയാണ് മഹാത്മാക്കളിൽ ഭക്തി നമുക്ക് വരിക. അവരുടെ മഹത്വം കേൾക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ മധുരയ്ക്ക് വന്നു. ആ ചാതുർമാസ്യം നടക്കുന്ന കൊട്ടകത്തിനടുത്തേക്ക് ഇദ്ദേഹം നടന്നു. ഒരു തവണ കൂടി ചോദിച്ചു. നല്ല സുഹൃത്തുക്കളാണെങ്കിൽ പിന്നെയും ചോദിക്കും, അങ്ങ് വരുന്നോന്ന് ചോദിച്ചു. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, എന്നെ കൂട്ടിരുന്ന് ഞാൻ വരില്ല. ശരി, ഇനിയും ചോദിച്ചാൽ ദേഷ്യമാവില്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം നടന്നു. ആ ഭക്തൻ നടന്നു. കോയമ്പത്തൂരിൽ നിന്ന് വന്ന ഭക്തൻ നടന്നു. അദ്ദേഹം സ്വാമികളെ കാണാൻ വേണ്ടി പോയി. എല്ലാവരും കാത്തു നിൽക്കുകയാണ്. സ്വാമികളുടെ ചന്ദ്രമൂലീശ്വര പൂജ കഴിഞ്ഞിട്ട് അകത്തേക്ക് വരണം. അകത്തേക്ക് വരുന്ന സമയത്ത് ഒരു ക്ഷണനേരമേ ഉള്ളൂ, കുറച്ച് നേരമേ കിട്ടുള്ളൂ. ആ സമയത്ത് അദ്ദേഹം ഈ പൂജ കഴിച്ചിട്ട് വെളിയിൽ വരും. കുറച്ച് ദൂരം നടക്കണം, ഒരു 2 മിനിറ്റ് നടക്കണം, അത്രയേ ഉള്ളൂ. ഈ 2 മിനിറ്റ് നടന്നിട്ട് അദ്ദേഹത്തിന് താമസിക്കുന്നിടത്തേക്ക് പോകും. ഇതിനുള്ളിൽ എല്ലാവരും ഉത്തരി അരയിൽ കെട്ടി തൊഴുതെന്ന് എന്തൊക്കെയാണോ അവർ കൊണ്ടുവന്നിരിക്കുന്നത്, ഫ്രൂട്ട്സ്, ദക്ഷിണ എല്ലാം അവിടെ സമർപ്പിക്കും, നമസ്കരിക്കും. കുറച്ച് നേരമേ കിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം അധികം സംസാരിക്കാറില്ല.
ഈ ശൃംഗേരിയിൽ ഇരിക്കുന്ന കാലത്ത് കൂടി അദ്ദേഹം വനത്തിൽ കൂടെ സഞ്ചരിക്കുക. ജനങ്ങളുടെ ഇടയ്ക്കൊന്നും വരില്ല അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിരുന്ന നൃസിംഹഭാരതി സ്വാമികളുടെ സന്നിധിയിൽ പോയി ഏകാന്തമായിട്ടിരുന്ന് ധ്യാനം ചെയ്യും. അങ്ങനെയുള്ള മഹാത്മാവാണ്. കഴിയുന്നതും നിസ്സംഗത്തിലിരിക്കുള്ളൂ, സംഘത്തിലിരിക്കില്ല. ഒരിക്കലും ഈ കൂട്ടത്തിൽ തന്നെ സ്മരിക്കാൻ ചെങ്കാലിപുരം പെരിയവ ശൃംഗേരിയിൽ പോയി. അദ്ദേഹം 2 സംഭവങ്ങൾ നേരിട്ട് കണ്ടു എന്നാണ്. ചെങ്കാലിപുരം പെരിയവ അനന്തരാമ ദീക്ഷിതർ, വലിയ മഹാത്മാ. അദ്ദേഹം ഒരിക്കൽ ശൃംഗേരി പോകുന്ന സമയത്ത് ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ തുംഗഭദ്ര നദി കടന്ന് വരുന്ന സമയത്ത് ഒരു ഗോമാത നിൽക്കുന്നു, പശുവിനെ കണ്ടു. അദ്ദേഹം എന്ത് ചോദിച്ചാൽ ആ ശാരദാദേവിയെ പൂജിക്കാനുള്ള പുഷ്പവും ഫലവും ഉതിർപ്പൂവും എല്ലാം മുമ്പേ പോയി കഴിഞ്ഞു. പശുവിൻ്റെ മുമ്പിൽ നിന്നു അദ്ദേഹം. ആ പോയ പുഷ്പവും ഹാരവും എല്ലാം തിരിച്ചു വരുത്തിച്ചു. എന്നിട്ട് ആ പശുവിനതെല്ലാം ഇട്ടിട്ട് പശുവിനെ ശാരദയായി കണ്ടുപോയിച്ച് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചിട്ട് നേരെ മഠത്തിലേക്ക് പോയി. ഭഗവതി എവിടെയായിരിക്കുന്നതെന്ന് അവർക്കറിയാം, വിഗ്രഹത്തിലാവണമെന്നില്ല എപ്പോഴും. അന്ന് പശുവിലായിരുന്നു. അതേപോലെ ചെങ്കാലുരം പെരിയവാളെ ഒരിക്കലും അകത്ത് കയറ്റിയിരുത്തി അർച്ചന കഴിക്കുന്ന സമയത്ത് അകത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും കിട്ടില്ല, മഹാഭാഗ്യം കൊണ്ടേ കിട്ടും. ആ സമയത്ത് ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ ശാരദാദേവിയുടെ മുമ്പിലിരുന്ന് അർച്ചന കഴിക്കുന്നു. ചെങ്കാലുരം പെരിയവ ഓപ്പോസിറ്റ് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഹാഭാഗ്യം. ഇത് ചെങ്കാലുരം പെരിയവ വെളിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന് നമ്മൾ മനസ്സിലായി, ഇല്ലെങ്കിൽ നമുക്കും മനസ്സിലാവില്ല. കാരണം മഹാത്മാക്കൾ ഒരിക്കലും പറയില്ല. ആ സമയത്ത് അദ്ദേഹം ഓരോ പുഷ്പം എടുത്ത് അർച്ചന കഴിക്കുകയാണ് ശാരദാദേവിക്ക്. എങ്ങനെയാണ് അർച്ചന കഴിക്കുക ചോദിച്ചാൽ ഓരോ പുഷ്പം എടുക്കും, ഹൃദയത്തിൽ വെക്കും, ആ നാമം ചൊല്ലും, ആ നാമത്തിൻ്റെ സ്വരൂപമായിരിക്കുന്ന ദേവിയെ മനസ്സുകൊണ്ട് ധ്യാനിക്കും, അർച്ചന കഴിക്കും. ചില നാമം വരുമ്പോൾ ധാരധാരയായിട്ട് കണ്ണുനീര് വിടും ഗുരുനാഥൻ മഹാത്മാവ്. കാരണം എന്താ, സഹിക്കാൻ പറ്റുന്നില്ല, ആ ഭാവം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ശ്രീമാത്രേ നമഃ എന്ന് പറഞ്ഞ അമ്മയായിട്ട് കണ്ട് അർച്ചന കഴിക്കും. ശ്രീ മഹാരാജ്ഞി നമഃ, ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ രാജ്ഞിയായിട്ടല്ലേ, അഖിലാണ്ട് കോടി ബ്രഹ്മാണ്ഡ നായികയായിരിക്കുന്ന ദേവിയായിട്ട് കണ്ട് അർച്ചന കഴിക്കും. ചിതഗ്നികുണ്ഡ സംഭൂതായി നമഃ, ഒരു അസുരനെ കൊന്നല്ലേ ദേവന്മാർ ശരീരം തൻ്റെ മാംസം തന്നെ ഹോമിച്ചു എന്നൊക്കെയാണ് ഒരു വ്യാഖ്യാനത്തിൽ. പിന്നൊരു വ്യാഖ്യാനം ചിത് നമ്മുടെ മനസ്സ് സമർപ്പിച്ച് കുണ്ഡത്തിൽ ഹോമിച്ച് സന്തോഷിക്കുന്നവർ എന്നൊക്കെ അർത്ഥം. അപ്പം ഇങ്ങനെ ഓരോ ഭാവത്തെയും മനസ്സിൽ ധ്യാനിച്ച് അദ്ദേഹം അർച്ചന കഴിഞ്ഞ് ചില ദിവസം അർച്ചന കഴിഞ്ഞ് വെളിയിൽ വരുമ്പോൾ വൈകിട്ടത് ദീപാരായണ സമയമാവും. രാവിലെ അർച്ചന തുടങ്ങുന്ന അത്ര വലിയ ഒരു മഹാത്മാ. അപ്പം അങ്ങനെ ആ അദ്ദേഹത്തിൻ്റെ സന്നിധിയിലേക്കാണ് ഈ സ്വാമി പോയിരിക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് ബ്രാഹ്മണൻ പോയിരിക്കുന്നത്. ഇദ്ദേഹം അവിടെ പോയി നിന്നു. ക്ഷണനേരത്തിൽ അദ്ദേഹം വരും, കാത്തു നിൽക്കുകയാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെയാണ്, അദ്ദേഹത്തിൻ്റെ പൂജകളൊക്കെ ചിലപ്പോൾ വൈകും. പറഞ്ഞ സമയത്തൊന്നും അദ്ദേഹം വെളിയിൽ ദർശനം നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അരിക്കുകയാണ്. ഇത്രയും ക്ഷമയോടുകൂടി നിൽക്കുന്നവനെ കൃപ കിട്ടുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഗുരുനാഥന് വേണ്ടി കാത്തിരിക്കണം, പട്ടിണി കിടക്കണം. ഇങ്ങനെയാണോ ശ്രാദ്ധം പട്ടിണി കിടന്ന് ചെയ്യണമെന്ന് പറയുന്ന പിതൃക്കളുടെ അനുഗ്രഹത്തിന് ഇത് ഗുരുനാഥന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. എപ്പം നമുക്ക് സമയം അപ്പം നമുക്ക് കൃപ കിട്ടും. അങ്ങനെ ഇദ്ദേഹം കാത്തു നിൽക്കുകയാണ്. കുറേ നേരമായി കാറിലിരിക്കുകയാണ്. ആ കാലത്തൊക്കെ AC ഒന്നുമില്ല, ചുട്ടുപൊള്ളിയിരിക്കുകയാണ്. ഇദ്ദേഹം അവിടെ നിന്ന് കുറച്ച് നേരം വെളിയിൽ ഇറങ്ങി നിന്നു, കാറിൻ്റെ വെളിയിൽ. ദേഷ്യം കൊണ്ട് കാറിന് ഇങ്ങനെ പ്രദർശനം വെക്കുകയാണ്. ഇപ്പോൾ വരാമെന്നാ പറഞ്ഞിട്ട് പോയത്, ഇതുവരെ വന്നിട്ടില്ല, എന്തെടുക്കുക അവിടെ, എനിക്കാണെങ്കിൽ ഇപ്പോൾ പോകാൻ സമയമായി. ഇങ്ങനെ കാറിനെ പ്രദർശനം വെക്കുകയാണ്. അറിയാതെ പോലും തുളസിയല്ല പ്രദർശനം വെക്കില്ല, കാരണം എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയാലും ഇങ്ങനെ വെക്കുകയാണ്. ദേഷ്യം സഹിക്കാൻ വയ്യാതെ എന്ത് ചോദിച്ചാലും ഈ സുഹൃത്തിനെ തപ്പി മഠത്തിലേക്ക് പോയി പോയി എന്താ അവിടെ ചെയ്യുന്നതെന്ന് അറിയണം. ഇനി എന്നെ വിട്ടിട്ട് അയാൾ കോയമ്പത്തൂർക്ക് പോയോന്നും അറിയില്ലല്ലോ. അവിടെ നിന്ന് ഭക്തന്മാരുടെ അവസ്ഥയൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ സ്വാമികളുടെ കൂടെ പോകും. അങ്ങനെയൊക്കെയുണ്ട് ഭക്തന്മാർ. വീട്ടിൽ നിന്ന് വരെ ഇപ്പോൾ വരാമെന്ന് പറയും. ഏകനാഥ് മഹാരാജിൻ്റെ കഥയൊക്കെ അറിയാം, തുക്കാനാഥ് മഹാരാജിൻ്റെ ഒക്കെ കഥ നമുക്കറിയാം. അപ്പോൾ അവർ ഭക്തന്മാരുടെ ഹൃദയം അങ്ങനെയാണ്. ഭഗവാനാണ് അവർക്കെല്ലാം. അതുകൊണ്ട് ഭഗവാന് വേണ്ടി എന്തും ത്യജിക്കും. നമ്മൾ വലുതായിട്ട് വിചാരിക്കുന്ന വസ്തുക്കളെല്ലാം അവർക്ക് തുച്ഛമാണ്. ഒരു കട തന്നെ തുക്കാറാം മഹാരാജ് എഴുതി കൊടുത്തു അല്ലേ. അങ്ങനെ ഇദ്ദേഹത്തെ തപ്പി പോകുന്ന സമയത്ത് അവിടെ പോയി കണ്ടു. ദൂരെ സുഹൃത്ത്, കോയമ്പത്തൂരിൽ നിന്ന് സുഹൃത്ത് കൈയും കെട്ടി നിൽക്കുകയാണ്. ഗുരുനാഥനെ കാണാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്, ഭക്തിയോടെ നിൽക്കുകയാണ്, നാമമൊക്കെ ജപിച്ച് നിൽക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യമാണെന്ന് ഓർക്കണം. ഇദ്ദേഹം സുഹൃത്തിൻ്റെ അടുത്തേക്ക് വന്നു. ഇതേ സമയത്ത് ചന്ദ്രശേഖര ഭാരതി സ്വാമികളും ചന്ദ്രമൗലീശ്വര പൂജ കഴിഞ്ഞിട്ട് വെളിയിൽ വന്നു. അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. അപ്പോൾ സ്വല്പം നേരത്തേക്കാണ് ഇദ്ദേഹം വന്നത്. രണ്ടും ഒരേ സമയത്ത് നടന്നു. ഇദ്ദേഹം വന്നു, ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ പാസ് ചെയ്ത് പോവുകയാണ്. എല്ലാവരും ഫലങ്ങളും പുഷ്പങ്ങളും എല്ലാം സമർപ്പിച്ച് അവിടെ നമസ്കരിക്കുക. ഒന്നും അദ്ദേഹം സ്വീകരിക്കാമല്ലോ, അവിടെ വെച്ച് നമസ്കരിക്കുക. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ റൂമിലേക്കുള്ള സ്റ്റെപ്പ് കയറുന്ന സമയത്ത് അദ്ദേഹം തിരിഞ്ഞു നോക്കിയെന്നാണ്. ഒന്ന് തിരിഞ്ഞു നോക്കി. ഈ തിരിഞ്ഞു നോക്കിയ സമയത്ത് ഈ ദൃഷ്ടി പോയി വീണത് ആരുടെ വെച്ചാൽ ഈ പൂണൂലും ഇല്ലാതെ
ഈ സന്ധ്യാവന്തനം കഴിക്കാത്ത ഈ മധുരയിലൊരു ബ്രാഹ്മണനില്ലേ, ഒരു ആസാമിയില്ലേ, അദ്ദേഹത്തിൻ്റെ മേൾക്ക് പോയി വീണു. അദ്ദേഹത്തിൻ്റെ ഈ ദൃഷ്ടി ഒരു മിന്നൽ പോലെ ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് പോയി അടിച്ചു എന്നാണ്. ഈ അടിച്ച മാത്രമേ ഇദ്ദേഹത്തിന് താങ്ങാൻ പറ്റിയില്ല. അപ്പം നമ്മൾ കറണ്ട് അടിച്ചാൽ നമ്മൾ വെറുതെ നിൽക്കില്ലേ, ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും ഇല്ലേ. കറണ്ട് അടിച്ചാൽ ഒരാൾ കണ്ടറിയാം, പറയേണ്ട ആവശ്യമില്ല, ഒരാളെ കറണ്ട് അടിക്കുന്നുണ്ടെന്ന് കണ്ടറിയാം, അല്ലെങ്കിൽ ഇങ്ങനെ വെളിച്ചപ്പാട് പോലെ തുള്ളിക്കൊണ്ടിരിക്കും. ഇദ്ദേഹത്തിൻ്റെ മേളിൽ ഈ ദൃഷ്ടി വന്ന് വീണ് ഇദ്ദേഹം സഹിക്കാൻ പറ്റിയില്ല. ഇദ്ദേഹം നേരെ പോയി ചന്ദ്രശേഖര ഭാരതി സ്വാമികളുടെ പാദത്തിൽ പോയി വീണു, നമസ്കരിച്ചു. എണീക്കുന്നില്ല, എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സ്വാമികൾക്കും ഒരാൾ വന്ന് നമസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് വിട്ടിട്ട് പോവുക, അയാളല്ലേ എങ്ങനെയാണ് അത് ശ്രദ്ധിക്കാതെ പോകാമെന്ന് വിചാരിച്ച് ഗുരുനാഥൻ ഇങ്ങനെ നോക്കുകയാണ്. 2 മിനിറ്റ് നോക്കി ഇദ്ദേഹം എണീക്കുന്നില്ല. ഇദ്ദേഹം ഒരു സിമ്പിളൊക്കെ കൊടുത്തു. മഹാത്മാക്കളൊക്കെ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഒരനക്കവും ഇല്ല. എല്ലാവരും വിചാരിച്ചു എന്ത് പറ്റിയെന്ന്. ആ സമയത്ത് അദ്ദേഹം അയാളെ നമസ്കരിച്ച് കിടക്കുന്ന ആൾ പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം ഗുരുനാഥ, എന്നോട് ക്ഷമിച്ചു എന്ന് പറയും, എന്നാൽ ഞാൻ എണീക്കാം. പിന്നെ ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ പറഞ്ഞു, ഞാൻ ഒക്കെ ക്ഷമിച്ചിരിക്കുന്നത്, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒക്കെ പണ്ടേ ക്ഷമിച്ചു കഴിഞ്ഞു, എണീക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ വിനയാനിതനായിട്ട് നിൽക്കുകയാണ് ഗുരുനാഥൻ്റെ മുമ്പിൽ. എന്നോട് ക്ഷമിക്കണം, അങ്ങയുടെ അനുഗ്രഹം എനിക്ക് വേണം, അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞു, അടുത്ത ചാതുർമാസം അടുത്തേക്ക് ഞാൻ ക്യാമ്പുണ്ട്, ചാതുർമാസത്തിലെ അടുത്ത ക്യാമ്പ്, അവിടെ ഒരു ഗ്രാമം പറഞ്ഞു, അങ്ങോട്ട് നീ വരൂ, അവിടെ വെച്ച് എന്നോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിട്ടു. ഈ ഭക്തൻ പിൽക്കാലത്ത് ചന്ദ്രശേഖര ഭാരതി സ്വാമികളുടെ മഹാഭക്തനായിട്ട് മാറി. സംസ്കൃതം പഠിച്ചു. ആ പ്രായത്തിൽ സംസ്കൃതം പഠിച്ച് അനവധി കൃതികളൊക്കെ എഴുതിയെന്ന് പറഞ്ഞു. ഇത് വേറെ ആരും പറഞ്ഞ ചരിത്രമല്ല, കഥയല്ല. സാക്ഷാൽ ഇപ്പോൾ ഇരിക്കുന്ന പീഠാധിപതി മഹാസന്നിധാനം ഭാരതീതീർത്ഥ മഹാസ്വാമികൾ തമിഴ്നാട്ടിൽ വിജയകാലത്ത് അദ്ദേഹം ഒരു വിജയയാത്ര നടത്തിയ സമയത്ത് 2012 അദ്ദേഹം നേരിട്ട് പറഞ്ഞൊരു ചരിത്രം അദ്ദേഹത്തിൻ്റെ പരമഗുരുനാഥനെ പറ്റി. കാരണം അദ്ദേഹത്തിന് അത്രയും പ്രിയമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ശിഷ്യന് വിധുശേഖര ഭാരതി സ്വാമികളെന്ന്. കാരണം നേരിട്ട് ചന്ദ്രശേഖര ഭാരതിനെ വിളിക്കാൻ ഒരു മടി, ഒരു ബുദ്ധിമുട്ട് പരമഗുരുനാഥനല്ലേ. അതുകൊണ്ട് വിധുശേഖര ഭാരതി അതേ മീനിങ് വരുന്ന അർത്ഥത്തെ കൊടുത്ത് തൻ്റെ ഗുരുനാഥൻ്റെ സ്മരണ എപ്പോഴും തന്നിലിരിക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വെച്ചു. അങ്ങനെയുള്ളതായ ചരിത്രം, ഈ ഗുരുനാഥൻ്റെ ചരിത്രം പറഞ്ഞ് ഒരു ചെറിയൊരു കഥയും കൂടി പറഞ്ഞു നിർത്താം. കാരണം മധുര മീനാക്ഷിയുടെ ചരിത്രം കൂടി പറയാം. ഒരിക്കലൊരു സായിപ്പ് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. ഇത് പറഞ്ഞാണെന്ന് തോന്നുന്നു, ഇതൊന്നുകൂടി പറയാം. മധുര ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ് ഓഫീസ്. അപ്പോൾ അദ്ദേഹം ഇന്ന് ഓഫീസിൽ പോകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു താമസം കിഴക്കേ നടയിൽ, പടിഞ്ഞാറ് നടയിൽ ഓഫീസ്. കിഴക്കേ നടയിൽ നിന്ന് അദ്ദേഹം തെക്കേ നട വഴി പടിഞ്ഞാറ് നടയിൽ ഓഫീസിൽ പോകും. അവിടെ ഓഫീസ് വർക്കെല്ലാം ചെയ്യും. രാവിലെ 9 മണിക്ക് പോകും. 5 മണിക്ക് അവർക്ക് സാഹിബിൻ്റെ കറക്റ്റ് കണക്കാണ്. എത്ര മണിക്ക് തുടങ്ങണം അപ്പോൾ തുടങ്ങും, എത്ര മണിക്ക് ക്ലോസ് ചെയ്യണം അപ്പോൾ ക്ലോസ് ചെയ്യും. ആ വർക്ക് ചെയ്യുന്ന സമയം നന്നായിട്ട് വർക്ക് ചെയ്യണം. ഓവർ ടൈമും ഇല്ല, കുറച്ചും ഇല്ല. ഓവർ ടൈമിനാണ് അവർ എക്സ്ട്രാ പൈസ തരും. അങ്ങനെയൊക്കെയാണ്. ഇവിടുത്തെ പോലെയല്ല. ഇങ്ങനെ പടിഞ്ഞാറ് നടയിൽ വന്നോ, പടിഞ്ഞാറ് നടയിൽ ഓഫീസ് കഴിഞ്ഞിട്ട് തിരിച്ച് കിഴക്കേ നടയ്ക്ക് വരും. ഒരു ഞായറാഴ്ച ഓഫീസ് ഇല്ലാത്തൊരു ദിവസം ഇതുപോലെ ഞായറാഴ്ച രാവിലെ മധുര ക്ഷേത്രത്തിനകത്ത് ഒരിടത്തിരുന്ന് പത്രം വായിക്കാൻ, ഇംഗ്ലീഷ് പത്രം വായിച്ചുകൊണ്ടിരിക്കുക. ഈ വായിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി, 5 വയസ്സുള്ളൊരു പെൺകുട്ടി, പാവാട ഉടുപ്പിട്ടൊരു പെൺകുട്ടി വന്ന് പെട്ടെന്ന് ഈ സായിപ്പിൻ്റെ കൈ പിടിച്ച് വലിച്ചു മാറ്റി. ആ കുട്ടി വലിച്ചാൽ ഈ സായിപ്പ് അനങ്ങ പോലുമില്ല സാധാരണ രീതിയിൽ. കാരണം ചെറിയ കുട്ടിയാണ്. പക്ഷേ ഈ കുട്ടി വന്ന് വലിച്ചു. ഉടനെ സായിപ്പ് അവിടെ നിന്ന് മാറിപ്പോയി. ഇദ്ദേഹം മാറിയ സമയത്തൊരു വലിയ ബീം വന്ന് താഴെ വീണു. വീണത് എവിടെയാണോ ചോദിച്ചാൽ സായിപ്പ് ഇരുന്നിടത്താണ്. എവിടെയാണോ അദ്ദേഹം ഇരുന്നത് അവിടെയാണ് വന്ന് വീണത്. അവിടെ അദ്ദേഹം ഇരുന്നിരുന്നെങ്കിൽ അവസ്ഥ വളരെ മോശമായിപ്പോയി. ആ കുട്ടിയെ കാണാൻ അദ്ദേഹം ആ വലിച്ച ആ ഒരു ആഘാതത്തിൽ അദ്ദേഹം സായിപ്പ് വീണു, താഴെ വീണു, നമസ്കരിച്ച പോലെ കിടക്കുകയാണ്. പിന്നെ എണീറ്റ് നോക്കുമ്പോൾ കുട്ടിയും കാണാൻ. മേശാന്തി, അന്നൊക്കെ മേശാന്തിക്ക് ജ്യോതിഷം പഠിക്കേണ്ട ആവശ്യമില്ല, സിദ്ധിയാണ്. ഈ ഉപാസന ചെയ്ത് അവർക്ക് എന്താണെന്ന് അവർക്ക് തന്നെ സ്ഫുരിക്കും. മേശാന്തിയോട് പോയി ചോദിച്ചു, ഇങ്ങനൊരു സംഭവം നടന്നല്ലോ, ഇതെന്താണ്, ഇതിൻ്റെ കാരണം എന്താണെന്ന് പറയണം. കാരണം ഇന്നേ വരെ അദ്ദേഹം അകത്ത് കയറി തൊഴുതിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നേ ഒരു വലിയ ആപത്തിൽ നിന്നൊരു കുട്ടി രക്ഷിച്ചു. ആ കുട്ടി ഇപ്പോൾ കാണാനുമില്ല. ഇത് പെൺകുട്ടിയാണ്. മേശാന്തി കണ്ണടച്ച് ദേവിയെ ധ്യാനിച്ചു. സർവാഭരണ ഭൂഷിതയായിരിക്കുന്ന അമ്മ ഉള്ളിലിരുന്ന് പറയുകയാണ്, ഞാൻ തന്നെയാണ് വന്നതെന്ന്. അത്രേ പറഞ്ഞു, ഞാൻ തന്നെയാണ് വന്നതെന്ന്. ഇവിടെ എന്താ അവിടെ കൃപയ്ക്ക് കാരണം? പറഞ്ഞു വന്നത് ദേവിയുടെ കരുണയാണ്. ദേവിക്ക് കരുണ വരാൻ എത്ര നേരമൊന്നും വേണ്ട, നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഇവിടെ സായിപ്പ് എന്താ ചെയ്തത് ചോദിച്ചാൽ, ഈ ഓഫീസിൽ പോകാൻ വേണ്ടി കിഴക്കേ നടയിൽ കൂടെ തെക്കേ നട വഴി പടിഞ്ഞാറ് തന്നെ പോയില്ലേ, പടിഞ്ഞാറേ നടന്ന് വടക്കേ നട വഴി കിഴക്കേ നടയ്ക്ക് വരില്ലേ. അപ്പോൾ എന്ന് ഈ കുതിരവണ്ടിയിൽ എന്നൊരു പ്രദക്ഷിണം ചെയ്യാൻ
ഈ അമ്മ എന്നും നോട്ട് ചെയ്യും, രാവിലെയും വൈകിട്ടും എല്ലാ ദിവസവും പ്രദക്ഷിണം ചെയ്യുന്ന തൻ്റെ ഭക്തനെ നോക്കിയിരിക്കുകയാണ് കൃപ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ആപത്തിൽ നിന്ന് അമ്മ രക്ഷിച്ചു. അതാണ് ഭക്ത്യാ അഭക്ത്യാ വാ വിപത്യാപസാ സുത്യാ സ്തുത്യാ ചൈതയാ സ്തൗതിയസ്തം തസ്യ ക്ഷിപ്രം തത്പ്രസാദേന മാതാ സത്യാസന്തു യജമാനസ്യ കാമാഹ. ഭക്തിയോടെയാണെങ്കിലും അബദ്ധിയോടെയാണെങ്കിലും ആ ഭഗവതിയെ ഭജിച്ചാൽ അല്ലെങ്കിൽ സ്മരിച്ചാൽ അല്ലെങ്കിൽ ആ ഭഗവതിയുടെ എന്തെങ്കിലും ഒരു പ്രകാരത്തിൽ ഭക്തി ചെയ്താൽ അമ്മ കൈവിടില്ല. ഇത്ര വലിയ ആപത്തിൽ നമ്മളെ രക്ഷിക്കും. അമരീ കമരീ ഭാരം ഭ്രമരീ മുഖരീ ദൂരീകരോതു ദുരിതം ദൂരീ ശരണപങ്കജം. അങ്ങനെയുള്ള അമ്മയുടെ തൃപ്പാദങ്ങൾ നമസ്കരിച്ച്, ഗുരുനാഥൻ്റെ പാദങ്ങൾ നമസ്കരിച്ച് ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. എന്തെങ്കിലും തെറ്റുകളുണ്ടായിട്ടും ക്ഷമിക്കണമെന്ന് ഗുരുനാഥനോട് തന്നെ പ്രാർത്ഥിക്കുന്നത് വലിയ ഭാഗ്യം എന്ന്. കാരണം നമ്മുടെ മാസാമാസം നടന്നു വരുന്ന സത്സംഗം ഭഗവാൻ സ്വീകരിച്ചു, ഭഗവതി സ്വീകരിച്ചു എന്നുള്ളതിന് തെളിവ് എന്താ ചോദിച്ചാൽ ചന്ദ്രൂജിയുടെ സാന്നിധ്യമാണ്. നമ്മുടെ മാസസത്സംഗത്തിൽ ഇന്ന് വെക്കാനിരുന്നു, അത് ചന്ദ്രൂജി തന്നെ വന്നു, ഗുരുനാഥൻ തന്നെ വന്നത് പൂർത്തീകരിച്ചു, അത് ഭഗവാൻ സ്വീകരിച്ചു. ഇതിൽ പലൊരു ഭാഗ്യമില്ല. അത് മേൽക്കുമേൽ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച്, എങ്ങനെയാണോ ധ്രുവനക്ഷത്രം ശോഭിച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ സത്സംഗങ്ങളെല്ലാം ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ശോഭിക്കട്ടെ. കാരണം ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടേ ജന്മലാഭം ഉണ്ടാവും. ശരീരം സ്വരൂപം തഥാവാ കളത്രം യശശ്ചാരുചിത്തം ധനം മേരുതുല്യം ഗുരോരംഗ്രിപത്മേ മനശ്ചേന്ന ലഗ്നം തതക്കിം 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 തതക്കിം. എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ പ്രയോജനം? ഗുരുവിൻ്റെ പാദത്തിൽ ഭക്തി വരാതെ നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ടും പ്രയോജനമില്ല എന്ന് ഈ ഒരു അർത്ഥത്തെ കൊടുക്കുന്ന ഈ ഗുരുവന്ദനാണ്. ആ ഒരു ഗുരുവന്ദനം ചൊല്ലി വാക്കുകൾ ഗുരുവിൻ്റെയും ഭഗവാന്റെയും ഭഗവതിയുടെയും പാദങ്ങൾ സമർപ്പിക്കുന്നു. ഒരു മംഗളം ചൊല്ലിയിട്ട്, നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നീ, നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാക്കണം, നിത്യനായ ചിൽപ്രകാശ ഉപനെ വണങ്ങണം, പൊൻചിലമ്പു പുഞ്ചിടുന്ന പിഞ്ചുപാദമോക്കണം, ആപദാചം തന്നിലായി സദാ നമിച്ചിടട്ടെ ഞാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സദ്ഗുരുനാഥ മഹാരാജ് കീ ജയ്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹിഷാം. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം കൃഷ്ണാർപ്പണമസ്തു. അനേന ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ സദ്ഗുരു പ്രിയത. ഓം തത്സത്.